ദൈവത്തിന്റെ കിന്നരം സ്പോൺസർഡ് ബൈ റയാൻ മാത്യൂസ്, അബുദാബി. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ കിന്നരം ഒരു പ്രത്യേകതയുള്ള സംഗീത പരിപാടിയാണ്. ഒരു സംഗീത പരിപാടി എന്നുള്ളതിലുപരി ഇത് വേർഡ് മെലഡി വേൾഡ് നിങ്ങൾക്കായി അണിയിച്ചൊരുക്കുന്ന ഒരു സംഗീത ശുശ്രൂഷയാണ് എന്ന് പറയുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ആഗോള സുവിശേഷ പ്രഭാഷകനും ബൈബിൾ പരിഭാഷകനും സൗഖ്യദായക ശുശ്രൂഷകനുമായ ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് രചിച്ച അനുഗ്രഹീതമായ ഗാനങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് ദൈവത്തിൻ്റെ കിന്നരം. ദൈവത്തിൻ്റെ കിന്നരത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സംഗീത സാന്ദ്രമായ മറ്റൊരു എപ്പിസോഡിലേക്ക് ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് അവர்களെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ്. എല്ലാ എപ്പിസോഡുകളും നാം പ്രാർത്ഥനയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ദയവായി പ്രാർത്ഥിച്ചാരംഭിച്ചാൽ. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്വപിതാവാം ദൈവമേ, വീണ്ടും അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ സഹായിച്ചിരുന്ന കൃപകൾക്കായിട്ട് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷ അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ലോകത്തിലെ നാനാരാജ്യങ്ങളുള്ള അനേകായിരങ്ങൾക്ക് ആശ്വാസവും പ്രത്യാശയും പകരുവാനും സമാധാനവും സാന്ത്വനവും പകരുവാനും സൗഖ്യവും കർത്താവെ ജീവിതയാത്രയിൽ മുൻപോട്ട് പോകാനുള്ള ഉത്തേജനവും ഉന്മേഷം പകരുവാൻ തക്കവണ്ണം അവിടുത്തെ കർത്താവെ തിരുസന്നിധിയിലേക്ക് ശുശ്രൂഷ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് നായകനും നടത്തിപ്പുകാരനുമായി ഞങ്ങളെ വഴി നടത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കണമേ. അവിടുത്തെ തിരുനാമം മോത്തപ്പെടുവാൻ ഞങ്ങളുടെ സകല വഴികളിലും സഹായിക്കണമെന്ന് യേശുനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിൻ്റെ കിന്നരത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇതൊരു സംഗീതയാത്രയാണ്. പാട്ടുകളുടെ പശ്ചാത്തലങ്ങളിലൂടെ, അനുഭവങ്ങളിലൂടെ, ചരിത്രങ്ങളിലൂടെയൊക്കെയുള്ള ഒരു യാത്രയാണ്, ഒരു ഘോഷയാത്ര. അതെ, ബ്രദർ ഓർപ്പിച്ചതുപോലെ ഒരു ഘോഷയാത്രയാണ്. കാരണം നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്ന ഒരു ഘോഷയാത്രയാണ്. അത് വിജയത്തിൻ്റെ യാത്രയാണ്. ദൈവം നൽകുന്ന വിജയം, വിക്ടോറിയസ് അല്ലേ? അതാണ് ഈ ദൈവത്തിൻ്റെ കിന്നരത്തിലൂടെ ഗാനങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ എന്തെല്ലാം നൽകുന്നു, എന്തൊക്കെയാണ് ഒരു ഗാനത്തിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നത് എന്നൊക്കെയാണ് നാം ഈ പ്രോഗ്രാമിൽ ചിന്തിക്കുന്നത്. ഇന്ന് പ്രിയ ബ്രദറിൻ്റെ മറ്റൊരു ഗാനം, അതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. യേശു മഹോന്നതൻ എന്ന ഒരു ആൽബമുണ്ട്. അതിൽ പുതുക്കണം നിറയ്ക്കണമെന്ന ഒരു ഗാനമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ഇത് പാടിയത് വിധു പ്രതാപ് എന്ന പ്ലേബാക്ക് സിംഗറാണ്. വളരെ മനോഹരമായൊരു ഗാനമാണ്. പുതുക്കണം നിറയ്ക്കണം പരിശുദ്ധാത്മാവേ, യേശുവിൻ്റെ നാമത്തെ വിളംബരം ചെയ്യുവാൻ. ഈ ഗാനത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് പുതുക്കണം എന്നുള്ള ഒരു വാക്കാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതെ, എന്താണ് പുതുക്കേണ്ടത്? അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, പിന്നെ കാർ ഓടിക്കുന്നുണ്ടല്ലോ, അതെ അല്ലേ? കാറിനെ പ്രവർത്തനക്ഷമമാക്കാൻ ഒരു സംഭവം അതിനകത്തുണ്ട്, ബാറ്ററി. നാം ഒരു 1-2 വർഷം ബാറ്ററിക്കകത്ത് വെള്ളം ഒഴിക്കാതെയും നോക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ കാർ സ്റ്റാർട്ടാകില്ല. ബാറ്ററി പോകുന്ന വേറെ കാര്യം, കാർ സ്റ്റാർട്ടാകില്ല. വല്ലതും ചെയ്താൽ നിന്ന് പോകും, കാറിന്റെ ഫംഗ്ഷൻ നടക്കുകയില്ല. അതിന് അവിടെ നിന്നുള്ള ഊർജം അല്ലെങ്കിൽ ലഭിക്കുന്നില്ല. ഡ്യൂനാമിസ്, പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത് ഡ്യൂനാമിസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു പഴയ സൈക്കിൾ ചിന്തിക്കുമ്പോൾ അതിനകത്ത് ഡൈനാമോ ഉണ്ട്. ആ ഡൈനാമോ അതിൽ ഫിക്സ് ചെയ്തിട്ട് ലൈറ്റ് സൈക്കിളുള്ളത്. ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ സൈക്കിള് ചവിട്ടുന്ന സ്പീഡ് അനുസരിച്ചാണ് ഈ ഡൈനാമോ ഇങ്ങനെ കറങ്ങിയിരിക്കും. അപ്പോൾ സൈക്കിളിനുള്ള ആ ലൈറ്റിന്റെ പ്രകാശം. ഈ ഡൈനാമോ എന്ന് പറയുന്ന ഈ ഡ്യൂനാമിസ് എന്ന് വന്ന വാക്കാണ്. ശക്തി, പവർ. ഒറിജിനൽ വർക്ക് ഈസ് ഡ്യൂനാമിസ്. അപ്പോൾ പവർ. ഇത് കറങ്ങാതിരിക്കുമ്പോൾ ലൈറ്റ് ഇല്ല. സൈക്കിൾ സ്റ്റാൻഡായി വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഇല്ല. ഏറ്റവും ലളിതമായി പറയാവുന്ന ഒരു ഉദാഹരണമാണ് ഞാനീ പറഞ്ഞത്. പുതുക്കണമെന്ന് പറയുമ്പോൾ നാം ബാറ്ററി വീക്കായി കഴിയുമ്പോൾ എന്ത് ചെയ്യും? ചാർജ് ചെയ്യും. അപ്പോൾ അവൻ പഴയ ബാറ്ററി ഇട്ട് വീണ്ടും പ്രവർത്തനക്ഷമമാകും. ആത്മീയ ജീവിതത്തിൽ എപ്പോഴും ആത്മാവിൽ പുതുക്കപ്പെടേണ്ട ആവശ്യമുണ്ട്. അനേകരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ, ഞാൻ 2012 കർത്താവിന് എൻ്റെ ഹൃദയം കൊടുത്തു, എനിക്ക് പരിശുദ്ധാത്മ അഭിഷേകം കിട്ടി എന്നൊക്കെ പറയുമ്പോൾ
നമുക്ക് ഇന്ന് വേണ്ടത് 2021 വേണ്ടത് 2012 ലഭിച്ച അഭിഷേകമല്ല. അല്ല, നമുക്ക് ഇന്ന് വേണ്ടത് അതിൽ എത്രയോ മടങ്ങ് വലുതായിട്ടുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറാൻ പറ്റത്തുള്ളൂ. കാരണം നാം പ്രാപിക്കുന്ന ശക്തിയോടൊപ്പം തന്നെ നമ്മുടെ ശത്രു അതേ ശക്തിയോട് നമ്മളെ തകർക്കാൻ ശ്രമിക്കുകയാണ്. അതെ, അവനെ കീഴടക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ നാം ഈ ശക്തിയിൽ വളരണം, അപ്ഡേറ്റഡ് ആയിരിക്കണം. വി ഹാവ് ടു ഗ്രോ ഇൻ ദ സ്പിരിറ്റ്. പരിശുദ്ധാത്മാക്ക് വളരുവാൻ കഴിയണം. അപ്പോൾ ഇന്ന് അനേകർക്ക് ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയാത്തതിന്റെ കാരണമെന്ന് ചോദിച്ചാൽ അവർ ഈ പഴയ സാക്ഷിയോട് അധിക്കുന്നത്. 2010 ഞാൻ എൻ്റെ ഹൃദയം കർത്താവിനായിട്ട് കൊടുത്തു, ഞാൻ എൻ്റെ പരിശുദ്ധാത്മ നിറഞ്ഞു. ഇന്ന് നിനക്ക് എന്ത് പരിശുദ്ധാത്മ ശക്തിയാണുള്ളത്? ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. ഞാൻ അനേകരെ പല പ്രയാസങ്ങളുമായിട്ടൊക്കെ വരുമ്പോൾ ഞാൻ ചോദിക്കും, എങ്ങനെയാണ് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം? പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധാത്മ അത് ഞാൻ കൃത്യമായിട്ടൊരു ഡേറ്റ് പറയും. ഇന്ന ദിവസം ഞാൻ ഇന്നാരുടെ യോഗത്തിൽ പോയി അവിടെ വെച്ച് എനിക്ക് ആത്മാഭിഷേകം ഉണ്ടെന്നൊക്കെ പറയുന്നു. ഇന്ന് ആ അഭിഷേകം ഉണ്ടോ? അപ്പോൾ മൗനമായി. ഇന്ന് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. അതല്ല ഞാൻ ചോദിച്ചത്. ഇന്ന് ആ ശക്തിയോടെ പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ? അതിൽ വളർന്നിട്ടുണ്ടോ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ പുതുക്കപ്പെടേണ്ട അവസ്ഥയുണ്ട് പരിശുദ്ധാത്മാവ്. ഇപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാപിപ്പിന് എന്തിനാണ് എല്ലാ മാസവും ഞാൻ ഉപവാസ പ്രാർത്ഥന നടത്തുന്നത്? എല്ലാ വർഷവും 3 ദിവസത്തെ ത്രിദിന ഉപവാസ പ്രാർത്ഥന നടത്തേണ്ട കാര്യമില്ലല്ലോ. അതെ, 30 കൊല്ലം മുമ്പ് ഞാൻ ആദ്യത്തെ ത്രിദിന ഉപവാസ പ്രാർത്ഥന നടത്തിയെങ്കിൽ എനിക്ക് അന്ന് കിട്ടിയപ്പോൾ ഞാനതിന് എല്ലാ വർഷവും നടത്തുന്നത്. അന്ന് അത് മതിയല്ലോ. ദാറ്റ്സ് നോട്ട് ദി തിങ്. ഓരോ വർഷവുമല്ല, ഓരോ നിമിഷവും നാം പുതുക്കപ്പെടണം. കാരണം ചാലഞ്ചസ് ആർ സോ മച്ച്. അത്രമാത്രം വലിയ വെല്ലുവിളികളെയാണ് അവൻ നമ്മുടെ ശക്തി പ്രാപിച്ച്. അതെ, കഴുകനെ പോലെ ഉയരുന്ന അവസ്ഥ. അത് നാം അനുദിനം കർത്താവുമായുള്ള നിരന്തരമായ ബന്ധത്തിലാണ് അത് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് പുതുക്കണം എന്നുള്ള ആഹ്വാനമാണത്. പുതുക്കിയാൽ മാത്രം പോലെ നിറയ്ക്കണം. അപ്പോൾ നമുക്കത് ആവശ്യമാണ്. അനുദിന ആത്മീയ യാത്രയിൽ നമുക്ക് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയണം, ഫലപ്രദമായി പ്രവർത്തിക്കുവാൻ കഴിയണമെങ്കിൽ, നല്ല ഫലങ്ങൾ കൂടുതലായിട്ട് ഓരോ വർഷവും പുറപ്പെടുവിക്കുവാൻ കഴിയണമെങ്കിൽ നാം പരിശുദ്ധാത്മാവിനാൽ പുതുക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് വരേണ്ടിയിരിക്കും. പുതുക്കുവാനുള്ള ഒരു ശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ നിറയുവാൻ കഴിയുള്ളൂ. അല്ല, എങ്ങനെ നിറയാൻ പറ്റും? പുതുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മീയ യാത്രയിൽ നമുക്ക് പറ്റിയിരിക്കുന്ന കറകളെല്ലാം കഴുകിക്കളഞ്ഞ് വിശുദ്ധീകരിച്ച് വീണ്ടും ദൈവകൃപയിലായി ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കുന്ന അവസ്ഥ സംജാതമാണ്. അതാണ് പുതുക്കുക. അതാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. നിന്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് എടുക്കുകയും വരുതേ, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുൻപിൽ തിന്മകളെ ഞാൻ ചെയ്തു. കാരണം അവന്റെ പരിശുദ്ധാത്മാവിന്റെ അനുഭവം മങ്ങിപ്പോയി. അന്തർഭാഗത്തിലെ സത്യമല്ലോ നിശ്ചയിക്കുന്നത്. പരസ്യമായിട്ട് കാണുന്ന രാജാവല്ല, പരസ്യമായിട്ട് കാണുന്ന ആരാധനയല്ല, പിന്നെയോ അന്തർഭാഗത്തിൽ ഒരു രഹസ്യമുണ്ട്. ഞാനൊരു മഹാഭാവിയായ മനുഷ്യനാണ്, ഇനി അതാണ് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് എന്നെ നന്നായി കഴുകണം. പരിശുദ്ധാത്മാവിൽ പുതുക്കപ്പെടുന്ന ഒരവസ്ഥ, എന്നിട്ട് നിറയ്ക്കണം. അതാണ് ആ പാട്ടിന്റെ ആഹ്വാനം. പുതുക്കണം, നിറയ്ക്കണം പരിശുദ്ധാത്മാവേ. അതെന്തിനു വേണ്ടിയാണ്? യേശുവിന്റെ നാമത്തെ വിളംബരം ചെയ്യുക. എങ്കിൽ മാത്രമേ യേശുവിനെ പ്രഘോഷിക്കുവാൻ നമുക്ക്. അത് എന്ന് പറയുമ്പോൾ നാം ഈ പുതുക്കപ്പെട്ട അനുഭവത്തിലേക്ക് വരുന്നില്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ഓട്ടുപാത്രങ്ങളുണ്ട്. അതെ, കിണ്ടി, മൊമ്പ എന്നൊക്കെ പറയും. കുറച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും? അത് ഉപയോഗിക്കുന്നില്ല, പ്ലാവ് പിടിക്കും. അപ്പോൾ ഈ മഞ്ഞ സ്വർണ്ണ നിറത്തിന് പകരം ഒരു പച്ച നിറമാണ് ഇതിനെ ആവരണം ചെയ്തത്. കാണാനും കൊള്ളുകയില്ല, എടുക്കാനും കൊള്ളുകയില്ല, ഒന്നും കൊള്ളുകയില്ല. ഇറ്റ് ലുക്സ് അഗ്ലി. അപ്പോൾ ഈ ക്ലാവ് എങ്ങനെയാ കളയുന്നത്? ഉരച്ച് കളയാണ്. അതേസമയം നല്ല പിച്ചളയാണെങ്കിൽ മുഖം കാണാം, പ്രശോഭിക്കും. ഇത് പറഞ്ഞതുപോലാണ് നാം ഇപ്രകാരം നമ്മുടെ പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ച് മുൻപോട്ട് വരുമ്പോൾ അതിന് പുതുക്കപ്പെടുന്ന അവസ്ഥയിലല്ലെങ്കിൽ നമുക്ക് യേശുവിനെ ലോകത്തിന് കാണിക്കുവാൻ കഴിയുകയില്ല. നമ്മിൽ യേശുവിനെ ആളുകൾ കാണുന്ന ഒരു അവസ്ഥ ഉണ്ടാവും പുതുക്കമുണ്ടാകുമ്പോൾ. അതെ, അത് കാണണമെങ്കിൽ നാം കണ്ണാടിയായിട്ട് മാറണമെങ്കിൽ നമ്മൾ വിശുദ്ധമായിരിക്കണം. വി ഷുഡ് ബി ക്ലീൻ. അതാണ് പുതുക്കണം, നിറയ്ക്കണം. പരിശുദ്ധാത്മാവേ, യേശുവിന്റെ നാമത്തെ വിളംബരം. അത് യേശുവിന്റെ നാമത്തെ വിളംബരം ചെയ്യണമെങ്കിൽ ആ നിറവുണ്ടാകണം. അതെങ്ങനെയാ നിറവ് നഷ്ടപ്പെടുന്നതെന്ന് അടുത്ത സ്റ്റാൻസായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ പാട്ടൊന്ന് കേൾക്കാം നമുക്ക്. അതിന്റെ കോറസ് ആണല്ലേ, ഭയത്തെ കോറസൂടെ ചേർന്ന് പാടിയിട്ട് നമുക്ക് അപ്പോൾ ഗായക സംഘം ഈ പുതുക്കണം, നിറയ്ക്കണം, പരിശുദ്ധാത്മാവിന്റെ ഒരു പുതുക്കം നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ഉണ്ടാകുവാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിറവ് നാം അനുഭവിക്കുവാൻ ഈ ഗാനം നിങ്ങളെ സഹായിക്കട്ടെ. പല്ലവിയും അനുപല്ലവിയും ചേർത്ത് ഗായക സംഘം പാടുന്നതാണ്. നമുക്ക് ആ ഗാനം ശ്രദ്ധിക്കാം. പുതുക്കണം, നിറയ്ക്കണം പരിശുദ്ധാത്മാവേ, പുതുക്കണം, നിറയ്ക്കണം പരിശുദ്ധാത്മാവേ. യേശുവിന്റെ നാമത്തെ വിളംബരം ചെയ്യുവാൻ, യേശുവിന്റെ നാമത്തെ വിളംബരം ചെയ്യുവാൻ. ഭയത്തെ മാറ്റണം, ധൈര്യത്തെ നൽകണം, ഭയത്തെ മാറ്റണം, ധൈര്യത്തെ നൽകണം.
പെന്തക്കോസ്തു ദിനത്തിൻ ശക്തി പകരേണം, ഇപ്പോൾ പെന്തക്കോസ്തു ദിനത്തിൻ ശക്തി പകരേണം. ഈ ഗാനം ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ ഒന്ന് പരിശോധിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതുക്കം എൻ്റെ ആവശ്യമാണെന്ന് പറയുന്നു. അതിൻ്റെ ജീവിതത്തിലുണ്ടോ? എന്തിനാണ് ഈ പുതുക്കം ആവശ്യമായിരിക്കുന്നത്? അതെ, അതാണ് അനുപല്ലവിയിൽ നാം കേട്ടത്. ഒരു പാടിയപ്പോൾ നമുക്ക് അതെ, അത് യേശുവിനെ നാം വിളംബരം ചെയ്യാനാണ്. പക്ഷെ സാധിക്കാതെ വരുന്ന എന്തുകൊണ്ടാണ് അനുപല്ലവിയിലുള്ളത്? അതെ അതെ അതെ. ഭയത്തെ മാറ്റണം, ധൈര്യത്തെ നൽകണം, പെന്തക്കോസ്ത് ദിനത്തിന് ശക്തി പകരണം. അതെ എന്ന് പറയുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവ് നിറവിൽ പ്രാപിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ശക്തിയാണ്, കർത്താവിനെ പ്രവർത്തിക്കുവാനുള്ള നാം സജ്ജമാണ്. അതെ. പക്ഷേ മുൻപോട്ട് പോയി ഈ ക്ലാവ് പിടിക്കുമ്പോൾ, ലോകമാലിന്യങ്ങൾ വന്ന് അടിഞ്ഞു കയറുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ചോർന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ മങ്ങലേൽക്കുമ്പോൾ നമുക്ക് ഭയം നേരിടും. കർത്താവിനെ കുറിച്ച് സാക്ഷിക്കുവാൻ കഴിയുകയില്ല. ഭയം വരുമ്പോൾ കർത്താവിനെ അതുവരെ നാം നോക്കിയത്, പിന്നീട് ഇതിനെ എതിർക്കുന്ന, എന്തിനാണ് നീ ഇങ്ങനെ പോകുന്നത്, അല്ലെ എന്താണ് നിന്റെ കാര്യം, നിനക്ക് ഈ വിശ്വാസമാണോ ഉള്ളത് എന്നൊക്കെ ചോദിച്ച് ഇളക്കുമ്പോൾ ഭയം കടന്നു വരും. അതുകൊണ്ട് പറഞ്ഞാൽ ഭയത്തെ മാറ്റാൻ കഴിയണമെങ്കിൽ ആർക്ക് വരണം? പരിശുദ്ധാത്മാവ് മാത്രമേ കഴിയത്തുള്ളൂ. കാരണം നമ്മൾ ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, പരിശുദ്ധാത്മാവ് ഉറപ്പിൻ്റെയും ധൈര്യത്തിൻ്റെ ആത്മാവാണ്. ഭയത്തെ മാറ്റണം. ഭയം മാറിയാൽ പിന്നുണ്ടാകുന്ന എന്താണ്? ധൈര്യമാണ്. അപ്പം ഭയം മാറണമെങ്കിൽ നമുക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകണം. ഇപ്പം ഓർത്തഡോക്സ് സഭയുടെ പ്രഭാത നമസ്കാരത്തിൽ ഒരു ഗീതമുണ്ട്, സുറിയാനി രാഗത്തിൽ. ലോകം താത സഹോദരർ ജാതിയതും തറവാടും ആകെയുപേക്ഷിച്ചേശുവിനായി മരണം സ്നേഹിച്ച സഹോദരന്മാരെ സദാകാലം സ്മരണം ചെയ്വതു നന്നേറ്റം. ലോകം, മാതാപിതാക്കന്മാർ, താതന്മാർ, സഹോദരങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് യേശുവിനായി പോവുകയാണ്. മരണത്തെ സ്നേഹിച്ചുകൊണ്ടാണ് പോകുന്നത്. കാരണം മുൻപിൽ മരണമാണുള്ളത്. ആദിമസഭയിൽ യേശുവിനെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ മുൻപിലുള്ളത് മരണമാണ്. അതിൻ്റെ ഇടയ്ക്ക് വെച്ചൊരു തടവറയോ മറ്റൊന്നുമില്ല. അതിനെ സ്നേഹിച്ചുകൊണ്ടാണ് പോകുന്നത്. അതുണ്ടാകണം. എന്നുണ്ടാകണം നമുക്ക് ധൈര്യം ഉണ്ടാകും. ആ ധൈര്യം ആരാ നൽകുന്നത്? പരിശുദ്ധാത്മാവാണ്. 7 മക്കളെ സ്വന്തം കൺമുമ്പിൽ കൊന്നു കളഞ്ഞിട്ടും യാതൊരു ഭയവുമില്ലാതെ യേശുവിനെ സാക്ഷിയായി നിന്ന വലിയ ചരിത്രമാണ് നാം ആദിമസഭയിൽ കാണുന്നത്. മാർത്തസ് മോനി എന്ന് പറയുന്ന ആ പുണ്യശ്ലോകയായ സ്ത്രീ. അപ്പം അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അവിടെയെല്ലാം ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. ആ നിറവാണ് നമുക്ക് ധൈര്യത്തെ പകരുവാൻ തക്കവണ്ണം. വളരെ മനോഹരമായ ഒരു ഗാനമാണ് പുതുക്കണം നിറയ്ക്കണം. അതിൻ്റെ അടുത്ത ചരണം അതിങ്ങനെയാണ് ആരംഭിക്കുന്നത്. രോഗികൾക്ക് സൗഖ്യം, ബന്ധിതർക്ക് മോചനം, വിടുതലിൻ വാതിൽ തുറക്കണമേശുവേ. ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സംഭവിക്കുമ്പോഴാണ് രോഗികൾക്ക് സൗഖ്യമുണ്ടാകുന്നത്, അല്ലേ? അതെ, അത് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരമാണല്ലോ. കൃപാവരം, സൗഖ്യം നൽകുന്നത് ദൈവത്തിൻ്റെ കൃപാവരമാണ്. അതാണ് നമ്മൾ സൗഖ്യദായക ശുശ്രൂഷ നടത്തുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നടത്തുവാൻ സാധ്യമല്ല. അപ്പോൾ രോഗികൾക്ക് സൗഖ്യം നൽകണം. ഞാൻ മുൻപേ ഒരു ഗാനത്തിൽ പറഞ്ഞല്ലോ ഏതെല്ലാം തരത്തിലുള്ള രോഗങ്ങളാണുള്ളത്. ശാരീരിക രോഗങ്ങളുണ്ട്, മാനസിക രോഗമുണ്ട്, ആത്മീയ രോഗമുണ്ട്. അപ്പോൾ രോഗികൾക്ക് സൗഖ്യം അതെന്ത് രോഗമായാലും, എന്ത് രോഗമായിരുന്നാലും. അതുപോലെ ബന്ധനങ്ങളുണ്ട്. അതെ, ബന്ധനങ്ങൾ സാത്താൻ അവൻ ആ ബന്ധനങ്ങൾ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ആ ബന്ധനങ്ങളെ പൊട്ടിച്ചു കളയണം. യേശുവിന് മാത്രമേ അവനെ തകർക്കുവാൻ കഴിയുള്ളൂ. അനേകം ബന്ധനങ്ങളിൽപ്പെട്ടാണ് തകർന്നു പോകുന്നത്, രോഗികളായി തീരുന്നത്, ജീവിതയാത്ര മുൻപോട്ട് പോകാൻ കഴിയുന്നത്. അങ്ങനെ ബന്ധനങ്ങളുള്ളപ്പോഴാണ് ധൈര്യം ചോർന്നു പോകുന്നത്. ധൈര്യം എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞത് ഉറപ്പിൻ്റെയും ധൈര്യത്തിൻ്റെ ആത്മാവാണ്. ദേ വിൽ നോട്ട് കെയർ. ഇവൻ്റെ ഈ ശബ്ദങ്ങൾ കൊണ്ടൊന്നും ആരെയും ഭയപ്പെടുത്തുവാൻ സാധ്യത. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തുകളും ഇങ്ങനെ ചെയ്തുകളും ഇതിൻ്റെ ഭവിഷ്യത്ത് ഇങ്ങനെയാകും, ഭയാനകവും, ഇതൊന്നും നമ്മൾ ഭയപ്പെട്ട കാര്യമില്ല. ഇപ്പോൾ ഞാൻ ഈ ശുശ്രൂഷയിലേക്ക് വന്നപ്പോൾ ആദ്യമേ വളരെയധികം സ്വാധീനമുള്ള എൻ്റെ സഭയിലെ പലരും ഉപദേശിച്ചു, മക്കളുടെ കല്യാണം നടത്താൻ സാധിക്കുകയില്ല, അതുകൊണ്ട് ഈ മാർഗം അങ്ങ് വിട്ടേക്കണം. അപ്പോൾ അങ്ങനെ ഭയപ്പെടുത്തുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച്, അവരുടെ വിവാഹത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഭയാശങ്കകളുണ്ടാകില്ല. അപ്പോൾ അത് ദൈവം നടത്തിക്കൊള്ളു. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവരെ 3 പേരെയും എൻ്റെ മാതൃസഭയിലെ ദേവാലയങ്ങൾ വെച്ച് എൻ്റെ മാതൃസഭയിലാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ആവശ്യമാണ്, എൻ്റെ ആവശ്യം. വിചാരിച്ചാൽ ദൈവത്തെ തള്ളി പറഞ്ഞാൽ. അതെ. അപ്പോൾ പല വിധത്തിലുള്ള ശബ്ദങ്ങൾ അവൻ പുറപ്പെടുകയും അവിടെയാണ് നാം കരുതലോടെ ഇരിക്കേണ്ടത്. ഭയത്തെ മാറ്റണം. നമ്മളെ ഭയപ്പെടുത്തുകയാണ്. നത്തിങ് വിൽ ഹാപ്പൻ. ഈ ഭയമാണ് നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം. ഭയമാണ്. അപ്പോൾ ഈ ഭയത്തെ സൃഷ്ടിച്ചാണ് അവൻ നമ്മെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇപ്പൊ തന്നെ മനുഷ്യരെല്ലാവരും ഭയത്തിലാണ് ജീവിക്കുന്നത്. ലോകത്തിലുള്ള എല്ലാവരും
ഭയമാണ്. ഒന്ന് പുറത്തോട്ട് ഇറങ്ങാനോ അല്ലെങ്കിൽ എല്ലാം ഭയമാണ്. എല്ലാം ഭയമാണ്. ഭയത്തിന് ആവശ്യമുള്ള സംഗതികളുണ്ട്, ഉണ്ട്. ഭയപ്പെടേണ്ട കാര്യങ്ങളുണ്ട്. ദൈവത്തെ ഭയപ്പെടണം. അതെ, എന്നാൽ ഇത് അങ്ങനത്തെ ഭയമല്ല. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് മാത്രമേ നമുക്ക് ഇപ്രകാരമുള്ള ഭയങ്ങളെ മാറ്റാൻ കഴിയുള്ളൂ. ധൈര്യത്തെ നൽകണം. യെസ്, നമുക്ക് ആ വരികളൊന്ന് കേൾക്കാം. രോഗികൾക്ക് സൗഖ്യം, ബന്ധിതർക്ക് മോചനം, വിടുതലിൻ വാതിൽ തുറക്കണം യേശുവേ. ഈ ഗാനം ഗായകസംഘം നമുക്കായി ഇപ്പോൾ ആലപിക്കുന്നു. പ്ലീസ്. രോഗികൾക്ക് സൗഖ്യം, ബന്ധിതർക്ക് മോചനം, രോഗികൾക്ക് സൗഖ്യം, ബന്ധിതർക്ക് മോചനം, വിടുതലിൻ വാതിൽ തുറക്കണമേശുവേ, വിടുതലിൻ വാതിൽ തുറക്കണമേശുവേ. രോഗികൾക്ക് സൗഖ്യം, ബന്ധിതർക്ക് മോചനം, രോഗികൾക്ക് സൗഖ്യം, ബന്ധിതർക്ക് മോചനം, വിടുതലിൻ വാതിൽ തുറക്കണമേശുവേ, വിടുതലിൻ വാതിൽ തുറക്കണമേശുവേ. രോഗികൾക്ക് സൗഖ്യം, ബന്ധിതർക്ക് മോചനം, വിടുതലിൻ വാതിൽ തുറക്കണം. ആ വരികളാണ് ഇപ്പോൾ നാം കേട്ടത്. വീണ്ടും അതിൻ്റെ അടുത്ത വരികൾ, അടുത്ത സ്റ്റാൻസ് എങ്ങനെയാണ്? വചനത്തിൻ വൈരിയെ തകർക്കണം താത, വചനമാം ദൈവത്തെ ഭൂവങ്ങും ഘോഷിപ്പാൻ. വചനത്തിൻ്റെ ശത്രു എന്ന് പറയുന്നത് സാത്താനല്ലേ? പിശാചാണ്. വചനത്തിന്റെ വഴി എന്ന് പറയുന്നത് ഈ വചനം അനേകർ ലഭിക്കുമ്പോഴാണല്ലോ ഇവനെ ആളുകൾക്ക് മനസ്സിലാകുന്നത്. അതെ. എങ്ങനെയാണ് ഇവൻ പുറത്താക്കപ്പെട്ടത്? ഉൽപ്പത്തി പുസ്തകത്തിന്റെ 1-ാം അധ്യായം തൊട്ട് നാം നോക്കുമ്പോൾ ആദ്യം മുതൽ എങ്ങനെയാണ് ഇവൻ പ്രവർത്തിച്ചതെന്ന് വചനമില്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ഇവൻ ഏറ്റവും വെറുക്കുന്നത് ദൈവവചനത്തെയാണ്. ഒരു ബൈബിൾ പരിഭാഷകൻ എന്നുള്ള നിലയിൽ എൻ്റെ അനുഭവം അതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാവിനെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്, എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. കർത്താവിനേക്കാൾ കൂടുതൽ ഏറ്റവും അവൻ വെറുക്കുന്നത് ദൈവവചനത്തോടാണ്. കാരണം ദൈവവചനമാണ് ഒരുവനെ ശുദ്ധീകരിക്കുന്നത്, ഉറപ്പിക്കുന്നത്, നടത്തുന്നത്. കാരണം അതൊരു രേഖയല്ലേ, ഇവനെതിരെ ആധികാരികമായ രേഖയാണ്. അതെ, വളരെ വ്യക്തമായിട്ട് നാം വായിക്കുകയാണ്. അതും ആ യാഥാർത്ഥ്യങ്ങളിൽ അടിയൂന്നിക്കൊണ്ട് നാം മുൻപോട്ട് പോകുമ്പോൾ ഇവൻ തോൽക്കുകയല്ലേ. ഇവനെ തോൽപ്പിച്ച അത്യുന്നതനായ ദൈവത്തെയാണ് അവിടെ കണ്ടെത്തുന്നത്. അത് ഇഷ്ടപ്പെടുമോ? മറ്റൊരു കാര്യം അറിയാമോ? ഇവനും ഇവൻ്റേതായിട്ടുള്ള ബൈബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സേറ്റൻസ് ബൈബിൾ അവൈലബിൾ ആണ് അമേരിക്കയിലല്ല. ഇതിന് നേരെ വിപരീതമായ കാര്യം. വ്യഭിചാരം ചെയ്യരുത്, വ്യഭിചാരം ചെയ്യണം. കൊല ചെയ്യരുത്, കൊല ചെയ്യണം. മോഷ്ടിക്കരുത്, മോഷ്ടിക്കണം. ജസ്റ്റ് ഓപ്പോസിറ്റ്. നമ്മുടെ അതേ ബൈബിളിൻ്റെ ആകൃതിയും പ്രകൃതിയും ഉള്ളതാണ്. അത് അവർ അനേകർ ഉപയോഗിക്കുന്നുണ്ട്. അതാണ് അവൻ വചനത്തിൻ്റെ വൈരിയാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവൻ ഏറ്റവും അധികം വെറുക്കുന്ന ദൈവവചനത്തെയാണ്. വചനമാകുന്ന ദൈവത്തിനെതിരെ അവനൊന്നും പറയാൻ സാധ്യമല്ല. വചനമാകുന്ന വാളാണ് അവനെ വെട്ടുന്നത്. വചനമാകുന്ന വാളിനെ തടസ്സപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല. ദൈവത്തിൻ്റെ വചനം ഇരുവിനുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. നമ്മൾ വേറൊരു പാട്ടിൽ ഓർത്തല്ലോ. അതെ. അപ്പോൾ ആ വചനം എന്ന് പറയുന്നത് മൂർച്ചയുള്ളതാണ്. സാധാരണ വാളല്ല. വചനമാകുന്ന വാളെന്ന് പറയുന്നത് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ ഇൻ ദ വേൾഡ്. യെസ്, ഇൻ ദ വേൾഡ്. അത് തൻ്റെ ഭക്തന്മാർക്ക് പറഞ്ഞു വചനം അതുപോലെ കൈകാര്യം ചെയ്തവർക്ക് അത്യുന്നതനെ ദൈവം നൽകുന്ന കാര്യം. അപ്പോൾ വചനമാകുന്ന വാള് അതാണ് ഇവൻ വെറുക്കുന്നത്. അതുകൊണ്ട് ഇവനെ തകർക്കണം. അതുകൊണ്ടാണ് അവൻ അവൻ്റെ ബൈബിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമാണ്, ഞാൻ കണ്ടറിഞ്ഞ കാര്യമാണല്ലോ. ചുമ്മാ ഒക്കലോമൽ ഇവൻ്റെ ദേവാലയം ഉണ്ടാക്കിയല്ലോ. യെസ്, ആദ്യമായിട്ട് അമേരിക്കയിൽ ഒക്കലോമൻ ഉണ്ടാക്കി ഇവൻ്റെ പ്രതിമ വെച്ചിട്ട്. അവിടെ ആളുകൾ ഉണ്ട്. ഇതിന് അവിടെ പോകുന്നത് നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഞാൻ സ്ഥലം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനും താങ്കളും ജീവിക്കുന്ന ഈ ദേശത്ത് ഉണ്ട് അവൻ്റെ ആരാധനാ കേന്ദ്രങ്ങളുണ്ട്. ആത്മീയരെന്ന് പറയുന്ന പലരും അവിടെ പോയിട്ട് അത്ഭുതങ്ങൾ നടത്താൻ ശ്രമിക്കുന്നവരുമുണ്ട്. അത് മനസ്സിലാക്കിക്കൊള്ളു. പുറമെ ആത്മീയ മോഹമൂടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനം ഇതാണ്. പ്രവർത്തിക്കുന്ന ഇവനാണ്. എല്ലാവരും അല്ലേ? ഒന്ന് ചിന്തിച്ചുള്ളൂ. ഇതാ ദ റിയാലിറ്റീസ് ഓഫ് സ്പിരിച്വൽ ലൈഫ്. ഇതെല്ലാം നിലകളിലാണ്. അവൻ എല്ലാ രംഗത്തും അവൻ ഇഴഞ്ഞു കയറും. ബൈബിളിൽ പോലും അവൻ കടന്നുകൂടി. NIV എന്ന ട്രാൻസ്ലേഷനിൽ ഉപവാസ പ്രാർത്ഥന ഒരു വാക്കില്ല. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോവുകയില്ല എന്നുള്ള മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 21-ാം വാക്യം ഇല്ല NIV ഇല്ല. അതുകൊണ്ട് അതിനെ പലരും ആ NIV ബൈബിള് ഇല്ല. അതെപ്പോഴാണ് കണ്ടുപിടിച്ചേ? മില്യൺസ് ഓഫ് കോപ്പീസ് ഹാവ് ബീൻ സോൾഡ്. ഇന്ന് NIV-യുടെ പ്രസിദ്ധീകരണം നിന്ന് അപ്പോഴത്തേക്കും ഇത് എത്രയോ ദശലക്ഷങ്ങളല്ല അതിലുപരിയായിട്ട് പോയി കഴിഞ്ഞു. മത്തായിയുടെ സുവിശേഷം 9-9 ഇല്ല. പുതിയ നിയമത്തിൽ 5 പ്രാവശ്യം ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് 5 അവിടെ ഇല്ല. മത്തായി 17-21 ഇല്ല, വാക്യമേ ഇല്ല. മറ്റിടത്ത് പ്രാർത്ഥനയെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഉപവാസം എല്ലാം മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ 17-21 എന്ന് പറയുന്നൊരു വാക്യമില്ല, അവിടെ ബ്ലാങ്ക് ആണ്. നമ്മൾ ശ്രദ്ധിക്കത്തില്ല. നമ്മൾ വായിച്ചു പോകുമ്പോൾ വാക്യമില്ല. നമ്മൾ ആരെങ്കിലും വാക്യം നോക്കിയാണോ വേദപുസ്തകം വായിക്കുന്നത്? ഏതെല്ലാം നിലകളിലാണ് ആ ട്രാൻസ്ലേഷൻ കമ്മിറ്റിയിൽ ഒരു വ്യക്തി ഇവൻ അനുകൂലമായിരുന്നു.
സോഡോമി എന്നൊരു വാക്ക് അവിടെ ഇല്ല. സോഡോമി പാപത്തെക്കുറിച്ച് പറയുന്നില്ല. NIV അതുമില്ല. അങ്ങനെ പല കാര്യങ്ങളാണ്. ഇപ്പം ഞാനിതിനകത്ത് ഇത്ര ഗഹനമായിട്ട് പറയാൻ കാരണം, ഞാൻ ഈ ഒരു ബൈബിൾ പരിഭാഷ എന്നുള്ളതിൽ ആഗോളമായിട്ട് വിദേശ രാജ്യങ്ങൾ പ്രവർത്തിക്കുകയും അവരുമായിട്ട് ഈ കാര്യത്തിൽ വളരെ മുൻപോട്ട് പോയിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ നമ്മൾ അതിനെ നിരുത്സാഹപ്പെടുത്താൻ ഇതുവരെ ആരോടും അങ്ങനെ പറയാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അത് വായിച്ച് രക്ഷപ്പെടുകയാണ് രക്ഷപ്പെടും. അതെ, ഉപസിക്കണം. അല്ലാതെ വായിച്ചാലും വചനം ബാക്കിയുള്ള വാക്യങ്ങളുണ്ടല്ലോ. അതെ അതെ. അപ്പോൾ വചനത്തിൻ വൈരിയെ തകർക്കണം താതാ, വചനത്തിന്റെ വൈരിയാകുന്ന സാത്താനെ തകർക്കണമെന്നുള്ളൊരു പ്രാർത്ഥനയാണ്. അതൊരു പ്രാർത്ഥനയാണ്. വചനമാം ദൈവത്തെ ഭൂവംഗം ഘോഷിപ്പാൻ. അതെ, ഇവനെ തകർക്കുമ്പോഴാണ് വചനഭാവം ദൈവത്തെ ഉയർത്തുവാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ വരികൾ ഒന്ന് കേൾക്കാം. പുതുക്കണം നിറയ്ക്കണം എന്ന് തുടങ്ങി വചനമാം ദൈവത്തെ ഭൂവംഗം ഘോഷിപ്പാൻ അവസാന കോറസ് വരെ ഇപ്പോൾ ഈ ഗായക സംഘം മുഴുവനായി പാടുകയാണ്. നമുക്കത് കേൾക്കാം. നാം ഓർക്കേണ്ടത്, പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുവാൻ ഈ ഗാനം നിങ്ങളെ സഹായിക്കട്ടെ. എങ്കിൽ മാത്രമേ നമുക്ക് യേശുവിൻ്റെ സാക്ഷികളാകുവാൻ കഴിയുകയുള്ളൂ, നമ്മുടെ ഭയത്തെ മാറ്റുവാൻ കഴിയുകയുള്ളൂ, നമുക്ക് ധൈര്യം സംഭരിക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ ഗാനം നിങ്ങളെ അതിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഗാനം ഇപ്പോൾ നമുക്ക് പൂർണ്ണമായി കേൾക്കാം. ഗായക സംഘം. പുതുക്കണം നിറയ്ക്കണം പരിശുദ്ധാത്മാവേ, പുതുക്കണം നിറയ്ക്കണം പരിശുദ്ധാത്മാവേ, യേശുവിൻ്റെ നാമത്തെ വിളംബരം ചെയ്യുവാൻ, യേശുവിൻ്റെ നാമത്തെ വിളംബരം ചെയ്യുവാൻ. പുതുക്കണം നിറയ്ക്കണം പരിശുദ്ധാത്മാവേ, പുതുക്കണം നിറയ്ക്കണം പരിശുദ്ധാത്മാവേ, യേശുവിൻ്റെ നാമത്തെ വിളംബരം ചെയ്യുവാൻ, യേശുവിൻ്റെ നാമത്തെ വിളംബരം ചെയ്യുവാൻ. ഭയത്തെ മാറ്റണം, ധൈര്യത്തെ നൽകണം, ഭയത്തെ മാറ്റണം, ധൈര്യത്തെ നൽകണം. പെന്തക്കോസ്തു ദിനത്തിൻ ശക്തി പകരേണം, ഇപ്പോൾ പെന്തക്കോസ്തു ദിനത്തിൻ ശക്തി പകരേണം. ഭയത്തെ മാറ്റണം, ധൈര്യത്തെ നൽകണം, ഭയത്തെ മാറ്റണം, ധൈര്യത്തെ നൽകണം. പെന്തക്കോസ്തു ദിനത്തിൻ ശക്തി പകരേണം, ഇപ്പോൾ പെന്തക്കോസ്തു ദിനത്തിൻ ശക്തി പകരേണം. രോഗികൾക്ക് സൗഖ്യം, ബന്ധിതർക്ക് മോചനം, രോഗികൾക്ക് സൗഖ്യം, ബന്ധിതർക്ക് മോചനം. വിടുതലിൻ വാതിൽ തുറക്കണമേശുവേ, വിടുതലിൻ വാതിൽ തുറക്കണമേശുവേ. രോഗികൾക്ക് സൗഖ്യം, ബന്ധിതർക്ക് മോചനം, രോഗികൾക്ക് സൗഖ്യം, ബന്ധിതർക്ക് മോചനം. വിടുതലിൻ വാതിൽ തുറക്കണമേശുവേ, വിടുതലിൻ വാതിൽ തുറക്കണമേശുവേ. ഭയത്തെ മാറ്റണം, ധൈര്യത്തെ നൽകണം, ഭയത്തെ മാറ്റണം, ധൈര്യത്തെ നൽകണം. പെന്തക്കോസ്തു ദിനത്തിൻ ശക്തി പകരേണം, ഇപ്പോൾ പെന്തക്കോസ്തു ദിനത്തിൻ ശക്തി പകരേണം. വചനത്തിൻ വൈരിയെ തകർക്കണം താത, വചനത്തിൻ വൈരിയെ തകർക്കണം താത. വചനമാം ദൈവത്തെ ഭൂവെങ്ങും ഘോഷിപ്പാൻ, വചനമാം ദൈവത്തെ ഭൂവെങ്ങും ഘോഷിപ്പാൻ. വചനത്തിൻ വൈരി
തകർക്കണം താത, വചനത്തിൻ വൈരിയെ തകർക്കണം താത, വചനാമം ദൈവത്തെ ഭൂവെങ്ങും ഘോഷിപ്പാൻ, വചനാമം ദൈവത്തെ ഭൂവെങ്ങും ഘോഷിപ്പാൻ. ഭയത്തെ മാറ്റണം, ധൈര്യത്തെ നൽകണം, ഭയത്തെ മാറ്റണം, ധൈര്യത്തെ നൽകണം. പെന്തക്കോസ്തു ദിനത്തിൻ ശക്തി പകരേണം, ഇപ്പോൾ പെന്തക്കോസ്തു ദിനത്തിൻ ശക്തി പകരേണം. പുതുക്കണം നിറയ്ക്കണം പരിശുദ്ധാത്മാവേ, പുതുക്കണം നിറയ്ക്കണം പരിശുദ്ധാത്മാവേ. യേശുവിൻ്റെ നാമത്തെ വിളംബരം ചെയ്യുവാൻ, യേശുവിൻ്റെ നാമത്തെ വിളംബരം ചെയ്യുവാൻ. ഭയത്തെ മാറ്റണം, ധൈര്യത്തെ നൽകണം, ഭയത്തെ മാറ്റണം, ധൈര്യത്തെ നൽകണം. പെന്തക്കോസ്തു ദിനത്തിൻ ശക്തി പകരേണം, ഇപ്പോൾ പെന്തക്കോസ്തു ദിനത്തിൻ ശക്തി പകരേണം. ഭയത്തെ മാറ്റണം, ധൈര്യത്തെ നൽകണം, ഭയത്തെ മാറ്റണം, ധൈര്യത്തെ നൽകണം. പെന്തക്കോസ്തു ദിനത്തിൻ ശക്തി പകരേണം, ഇപ്പോൾ പെന്തക്കോസ്തു ദിനത്തിൻ ശക്തി പകരേണം. ദൈവത്തിൻ്റെ കിന്നരം. വളരെ ആശയസമ്പുഷ്ടമായ ഒരു ഗാനമാണ് നാം ഇപ്പോൾ കേട്ടത്. പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കം, ആത്മാവിൻ്റെ പുതുക്കം, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന ഒരവസ്ഥ. ഈ ഗാനം അതിനനേകരെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വചനത്തിൻ്റെ ശത്രുവിനെ നേരിടുവാൻ നമുക്ക് കെൽപ്പുണ്ടാവട്ടെ. ഈ ഗാനം അനേകരുടെ ഹൃദയങ്ങളിൽ ഒരു പുതുക്കമുണ്ടാകുവാൻ ആ നിലയിൽ പലരെയും സഹായിക്കട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുപോലുള്ള അനേക ഗാനങ്ങൾ ഇനിയും നമുക്ക് ചർച്ച ചെയ്യുവാനുണ്ട്. നാം ഇപ്പോഴും ഓർത്തതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കത്തിലാണ് ഈ ഗാനങ്ങളൊക്കെ വീണ്ടും വീണ്ടും എഴുതുവാനും ബ്രദറിന് ആ നിലയിൽ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കമാണ്. ആ നിലയിൽ ഇനിയും അനേക പാട്ടുകൾ ക്രൈസ്തവ കൈരളിക്കും ദൈവമക്കൾക്കും നൽകുവാൻ സർവശക്തനായ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ദൈവത്തിൻ്റെ കിന്നരം നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്. ദൈവത്തിന്റെ കിന്നരം സ്പോൺസർഡ് ബൈ റയാൻ മാത്യൂസ് അബുദാബി.